ചോക്ലേറ്റിൻ്റെയൊക്കെ ഫാനാണെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ഒബ്സെഷൻ ആയിരിക്കും ഈ ഹണി കേക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതിനായിട്ട് ഫസ്റ്റ് 90 ഗ്രാം ബട്ടർ എടുത്തിട്ട് നമ്മൾ ഒരു പാനിലിട്ട് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഹണി ആഡ് ചെയ്തതിന് ശേഷം അത് കുറച്ച് നേരം ചൂടാക്കിയത് ബോയിൽ ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷുഗർ നന്നായി മിക്സാക്കി ബോയിലായി വരുമ്പോൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ നല്ല ഫോമി ആൻഡ് തിക്കായിട്ട് വരും. ഒരു ഡാർക്ക് കളർ ആവണ വരെ നമ്മളത് ഹീറ്റിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു കളർ കിട്ടിയാൽ നമുക്കത് ഹീറ്റ് ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കുക തണുക്കാൻ. കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു മിക്സ്ഡ് നല്ല ഡാർക്കായി കാരമലിൻ്റെ കളറായി മാറും. ഇതിലേക്ക് നമ്മൾ 4 എഗ്ഗാണ് എടുക്കുന്നത്. അത് നന്നായി മിക്സ് ചെയ്ത് വന്നാൽ നമ്മളൊരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മൈദ ആഡ് ചെയ്ത് തുടങ്ങാം. സ്റ്റെപ്പായിട്ടാണ് ഈ മൈദ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടുമ്പോൾ അത് വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് മൈദ ആഡ് ചെയ്തിട്ട് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു കപ്പ് മൈദം കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ഡോ ഫോമിലാക്കിയെടുക്കുക. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് ഒരു ഡോ ഫോം ആകുമ്പോൾ നമുക്കത് എത്ര ലെയറാണ് വേണ്ടത് അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഓരോ ലെയർ നമ്മൾ റോൾ ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സർക്കിളിൻ്റെ ഷേപ്പിലാണ്. ഓരോ ലെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് കുത്തി കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇതുപോലെ തന്നെ ഇഷ്ടമുള്ള അത്ര ലെയർ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാൻ ഇവിടെ 5 ലെയറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കേക്ക് സെറ്റ് ചെയ്യണത് പിന്നെ നോർമലി നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഷുഗർ സിറപ്പും ക്രീമും ഇടയിൽ ആഡ് ചെയ്തിട്ടാണ്. ഇവിടെ ക്രീം ചീസും വിപ്പിംഗ് ക്രീമും മിക്സ് ആക്കിയിട്ടാണ് ഇവിടെ ക്രീം എടുത്തിട്ടുള്ളത്. ലാസ്റ്റ്ലി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ലെയർ കുറച്ച് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. എന്നിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക.